ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നെയ്ച്ചോറും ചിക്കൻ മുളകിട്ടതുമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും കൂടെ നല്ലൊരു മലബാർ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നെയ്ച്ചോറ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നല്ല അരി എടുക്കുക എന്നുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ള അരി എടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് കൈമ റൈസാണ്. ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ബസ്മതി റൈസിലും നെയ്ച്ചോറ് ചെയ്യാറുണ്ട്. ബസ്മതി റൈസിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ കൈമ റൈസ് എടുക്കുമ്പോൾ ഇതുപോലെ കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില ബ്രാൻഡ് കൈമ റൈസ് കുതിർത്തി വെച്ച് ചെയ്യേണ്ടതാണ്. ഞാൻ ഇടയ്ക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ജീരകശാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുതിർത്തി വെച്ചാൽ അത് കറക്റ്റായിട്ടുള്ള വെള്ളത്തിൽ വെന്ത് കിട്ടുള്ളൂ. അല്ലാതെയുള്ള എല്ലാ ചെറിയ അരികളും കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. ആദ്യം നെയ്ച്ചോറിലേക്കൊന്ന് വറുത്തിടാൻ വേണ്ടി കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് റിഫൈൻഡ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ കിട്ടും. അതിലേക്ക് ഒരു അരഭാഗം സവാളയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചോറായതുകൊണ്ടാണ് കുറച്ച് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടിയെടുക്കുക. അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും അതെടുത്ത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ 1/4 കപ്പ് കാഷ്യൂനട്ടും അതുപോലെ 1/4 കപ്പ് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കുക. കാരണം കിസ്മിസ് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് ഇതും കരിഞ്ഞു പോവാതെ തന്നെ ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ പോസ് ഒന്നും ചെയ്തിട്ടില്ല, കട്ട് ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഏകദേശം ഒരു മിനിറ്റിൽ താഴെ എടുക്കുള്ളൂ ഇതൊന്ന് ഫ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ ഇതും അതേ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. റൈസ് റെഡിയാക്കാൻ വേണ്ടി ഒരു പോട്ട് ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഡാൽഡ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പശുവിൻ നെയ്യാണ്. ഇതിലേക്ക് ഒരു 2 ഇഞ്ച് കനത്തിൽ പട്ട, ഒരു 5-6 ഏലക്ക, ഒരു 6 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിലേക്ക് ബാക്കി അരഭാഗം സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത്, അരി അളന്നെടുക്കുന്നത്, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നന്നായി കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കുതിർത്തിയിട്ടില്ല, നല്ലതുപോലെ കഴുകി ഊറ്റിയെടുത്ത് വെച്ച അരിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുക. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നല്ലതുപോലെ തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് അതിലെ വെള്ളമെല്ലാം കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ടാവും. വളരെ കുറച്ച് വെള്ളത്തിൻ്റെ മയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 70% അരി വെന്തിട്ടുണ്ടാവും. കൂടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും 1 ഡ്രോപ്പ് സാഫ്രോൺ എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാഫ്രോൺ എസൻസ് ചെറിയൊരു ഡ്രോപ്പ് എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു ആവിയിലിരുന്ന് അത് വെന്തോളും.
ഇതുപോലെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫ്ലേവറാണ് ചേർക്കുന്നതെങ്കിൽ വളരെ കുറച്ചൊരു ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇതൊന്ന് അടച്ച് വെക്കുക. ഏറ്റവും ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെച്ചാൽ ഈ അരി നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. എറൗണ്ട് ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അരി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മുഴുവനായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു ആവിയിലിരുന്ന് വേവുന്നതുകൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരും. ഒരുപാട് ഹാർഡായിട്ടൊന്നും ഇരിക്കില്ല. ഇനി നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ ഒരു എസൻസ് ഒന്നും ചേർക്കണം എന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. കാരണം നല്ലൊരു ഫ്ലേവറാണ് നെയ്ച്ചോറിന് കിട്ടുക. പുറത്തുനിന്നൊക്കെ നമുക്ക് കഴിക്കുന്ന പോലത്തെ ഒരു ഫ്ലേവർ കിട്ടും. അതിന് മുകളിലേക്ക് ഞാൻ ഈ വറുത്തിട്ടത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമുണ്ട്, മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പൊതുവേ നെയ്ച്ചോറിൽ മല്ലിയില ചേർക്കാറില്ല. എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെക്കാം. തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ കുറച്ച് നേരം വെച്ചതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ ഇരുന്നിട്ട് അതൊന്ന് നന്നായി പിടിച്ചോളും. ഞാനിവിടെ ഇത് മിക്സ് ചെയ്യുകയാണ്. നല്ല ചൂടോടുകൂടിയാണ് ഈ ഒരു നെയ്ച്ചോറ് വിളമ്പേണ്ടത്. നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ്. ഇനി കുറച്ച് കഴിഞ്ഞാലും ഇത് ഒരുപാട് ഹാർഡൊന്നും ആയി പോവില്ല. നല്ലതുപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയെടുത്താൽ. ചോറിൻ്റെ കൂടെ കോംബോ ആയിട്ട് ചെയ്യുന്നത് ചിക്കൻ മുളകിട്ടതാണ്, അല്ലെങ്കിൽ മലബാർ ചിക്കൻ എന്ന് പറയാറുണ്ട്. അതിനുവേണ്ടി 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് അല്ല, ബോൺ ഉള്ളതും കൂടി ഉണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ കളറാണ് ഈ ഒരു ചിക്കൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എരിവ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൂടുതലായിട്ടൊന്നും ചേർക്കാനില്ല. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാവുന്നതാണ്. കറി റെഡിയാക്കാൻ വേണ്ടി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ തന്നെയാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു കറിയിൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് മുന്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു അളവിൽ നോക്കിയാൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 10 അല്ലി വെളുത്തുള്ളിയാണ്, വളരെ ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 10 അല്ലി എടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവർ ഉണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഞാൻ 2 കപ്പ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 40 അല്ലി ചെറിയുള്ളി ഉണ്ട്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലുതായിട്ട് അരിയരുത്, നല്ല കുഞ്ഞായിട്ട് അരിയുക. ഇനി ഇതിന് പകരം സവാള എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഈ ചെറിയുള്ളി ഉപയോഗിക്കുമ്പോഴാണ്. സവാള എടുക്കുകയാണെങ്കിൽ ഒരു വലിയ സവാള നല്ല ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വഴണ്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 ചെറിയ തക്കാളി നല്ല കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം റെഡിമെയ്ഡായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ച് ചേർക്കണം എന്നില്ല. തക്കാളി ഇതുപോലെ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് ചേർക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. തക്കാളിയും നല്ലതുപോലെ വഴണ്ട് വരണം. തക്കാളി എല്ലാം വെന്ത് ഉടഞ്ഞ് അതിൽ നിന്നുള്ള ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന സമയത്ത് മാത്രം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴേക്കും ഇതെല്ലാം
പകുതി ആയിട്ടുണ്ടാവും. ആ ഒരു മിക്സ് ചേർത്ത് കൊടുത്തതിനെക്കാട്ടിലും ക്വാണ്ടിറ്റി നല്ലതുപോലെ കുറഞ്ഞ് ചെറുതായിട്ടുണ്ടാവും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കറിയിലേക്ക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇടിച്ച മുളകാണ്, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ചുവന്ന മുളകായിട്ടുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കാശ്മീരി മുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ആക്കി ഒന്ന് ഇടിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1.5 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ചില്ലി ഫ്ലേക്സ് ചേർത്തുകൊണ്ടാണ് ബാക്കി എല്ലായിടത്തും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത്. അത്യാവശ്യത്തിന് എരിവുണ്ടാവും. ഇനി ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഏകദേശം അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിക്കൻ പീസസ് മസാലയിലേക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം ചിക്കൻ്റെ ആ ഒരു നിറം മാറി നല്ലൊരു വൈറ്റ് കളർ ആവുന്നിടം വരെ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. നല്ലതുപോലെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു പച്ച സ്മെല്ലെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിത് മൺചട്ടിയിലായതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് തന്നെ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മൺചട്ടി ആയതുകൊണ്ട് ഇതിൽ അടി പിടിക്കുന്ന പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, വളരെ കുറച്ച് 1/2 കപ്പ് വെള്ളം മാത്രമാണ് ഇത്രയും ചിക്കനിലേക്ക് ഞാൻ ചേർക്കുന്നത്. അതും നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചിക്കനിൽ നിന്ന് തന്നെ ആ വെള്ളം ഇറങ്ങി വരും. നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ഉള്ളിയുടെയും ചിക്കൻ്റെയും തക്കാളിയുടെ ഒക്കെ വെള്ളം അതിലേക്ക് ഇറങ്ങി നല്ലതുപോലെ കുറച്ച് വെള്ളം അതിലേക്ക് ഉണ്ടാവും. അത് മതിയാവും ഇതിലേക്ക് മസാലയ്ക്ക്. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പാടില്ല. ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളമെല്ലാം ഇറങ്ങി നല്ലതുപോലെ ആ ഒരു നെയ്യെല്ലാം തെളിഞ്ഞ് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ നിങ്ങൾക്ക് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെക്കാവുന്നതാണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാം റെഡിയായി നല്ലതുപോലെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് മസാലകളോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലയും അതുപോലെ ഒരു നുള്ള് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അതുപോലെ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഒരു മസാല കറിയുടെ ചുവയായി പോവും. അപ്പോൾ ഇതിനൊരു മസാല ടേസ്റ്റ് അല്ല വരേണ്ടത്, ആ ഒരു മുളകിട്ട് ടേസ്റ്റാണ് വരേണ്ടത്. ആ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി മാത്രമാണ് കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ ഒരു നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുത്തത്. കൂടെ തന്നെ ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ മീനൊക്കെ മുളകിടുമ്പോഴും ലാസ്റ്റ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുണ്ട്. ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ വരുമ്പോഴേക്കും പ്രത്യേക ഒരു ടേസ്റ്റും മണമൊക്കെയാണ് ഈ ഒരു ചിക്കൻ കറിക്ക്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ടൈപ്പാണ് എടുക്കേണ്ടതെങ്കിൽ കുറച്ചുകൂടി ഇത്തിരി വെള്ളം കൂട്ടി വെച്ചാൽ മതിയാവും. പക്ഷേ ഈ ഒരു കറി സെമി ഗ്രേവി ടൈപ്പാണ്. നമുക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെ നന്നായിട്ട് പോവുക. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറിയും അതുപോലെ നെയ്ച്ചോറും. വേറെ സൈഡ് ഡിഷസ് ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല രുചിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഈ ഒരു കോംബോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല രുചിയാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്